Evening to one and all. Welcome to the talk session on UI designed website organized by EETI Foundation. In this digital world, we are shifting everything to the web, including our social interaction to corporate business transactions, which is driving up the demand for web developers and designers. So it's time to step into the realm of web technology. So for that, we have our resource person, Sudev Suresh Sridevi, UI UX designer and web developer, with us to give an introduction to UI design and web development. I would like to welcome Sudev to start off the session. Over to you. Thank you, Gayatri. Hello again. My name is Sudev, and like you said, I am a UI UX designer and a web developer. Hopefully, I'm audible to all of you, right? Am I audible? Yes, you are audible. Okay. Also, is there anyone in this session who does not understand Malayalam? If so, just put it in the chat, or else we could switch between the two. Is there anyone who does not understand Malayalam here? Like you can unmute and say, or you can put it in the chat. Right. I believe all of us in this call are comfortable with Malayalam also. So I'll be switching over. എപ്പോഴും മലയാളത്തിലായിരിക്കണമെന്നില്ല ബട്ട് ഇറ്റ് ഈസി ഓക്കെ പിന്നെ വേറൊരു കാര്യം ഡോണ്ട് ഫീൽ ദ നീഡ് ടു ലിസൺ ടു ദിസ് ലൈക്ക് എ ക്ലാസ് ഇന്ററാക്റ്റീവ് ആയിട്ട് അങ്ങ് ഇരുന്നാൽ മതി ലൈക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ഡൗട്ട് വന്നാലും ഓർ ഇഫ് യു ഹാവ് എനി കൈൻഡ്സ് ഓഫ് തിങ്സ് ടു കോൺട്രിബ്യൂട്ട് ഓർ സംതിങ് ടു സേ ഫീൽ ഫ്രീ ടു ഇന്ററപ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ അല്ലെങ്കിൽ ചാറ്റിൽ ഇടുകയോ ചെയ്താൽ മതി നോക്കിയിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം ഓക്കെ. So fine, let's start with this. I'm switching off my camera because it's better. Just a second. Right, is the presentation visible? Visible ആണ്. അല്ല എനിക്ക് വിൻഡോ മാറി. Right, ഇപ്പൊ വിസിബിൾ ആണെന്ന് തോന്നുന്നു. Okay. So we are starting off with design and front end. So beginning itself, നമുക്ക് നോക്കാം what is UI and UX. Okay. So I believe most of you who are in this session are coming to this for the first time. Listening to all of these terms for the first time. So ആ ടേംസ് എന്താണ് നമുക്കൊന്ന് ലൈക്ക് ഒരു ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം, റൈറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് യു ഐ? അപ്പോൾ യു ഐ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഫുൾ ഫോം സ്റ്റാൻഡ്സ് ഫോർ യൂസർ ഇന്റർഫേസ്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ ആ ആപ്പിന്റെ എന്താ പറയാ, ആ ആപ്പിന്റെ ഉള്ളിലുള്ള ബട്ടൺസ് അല്ലെങ്കിൽ അതിലെ ലേ ഔട്ട് അതിനെയൊക്കെയാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് വിളിക്കുക. ലൈക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഓർ ലൈക്ക് നമുക്ക് വായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ടെക്സ്റ്റ്, അതൊക്കെയാണ് നമ്മുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ യൂസർ ഇന്റർഫേസിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ലൈക്ക് ഒരു യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കാര്യത്തിന് വന്നോ അത് എത്ര വേഗം നടത്തി പോകാം എന്നുള്ള ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് ദ ഫീലിംഗ് ഓഫ് യൂസിങ് ദ വെബ്സൈറ്റ് ഇസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂസർ എക്സ്പീരിയൻസ്. So a good user interface can always give a good user experience. Just a second, right? Give me a moment. Okay. So I'll be back. Okay. And user experience, it stands for it's for knowing how smooth and intuitive the site feels. For example, ഇപ്പോൾ നമ്മൾ ഡിസ്കോഡിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡിസ്കോഡ് ഉപയോഗിച്ചാൽ എത്ര പേരുണ്ട് ഈ ഒരു ചാറ്റിൽ?
Like how many of us have used Discord here? Okay. Okay, next. Right. അപ്പോൾ ഡിസ്കോഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ലിറ്റിൽ ബിറ്റ് ലൈക്ക് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടാണ്. അതായത് ഇൻ ദ സെൻസ് അതൊരു ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫൺ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. റൈറ്റ്. ലൈക്ക് ഇറ്റ് ഹാസ് ബട്ടൺസ്, ഇറ്റ് ഹാസ് ടെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഐക്കൺസ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഫീൽ ലൈക്ക് കോർപ്പറേറ്റ് തിങ്. ലൈക്ക് ഇപ്പൊ വാട്സാപ്പ് പോലെ അല്ല നമ്മൾ ഡിസ്കോഡ് ഉപയോഗിക്കുമ്പോൾ തോന്നുന്നത്. രണ്ടും ചാറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആപ്പാണ്. രണ്ടും ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കാം, മൊബൈലിൽ ഉപയോഗിക്കാം. പക്ഷെ രണ്ടിന്റെയും ഫീല് വേറെയാണ്. ദാറ്റ്സ് വാട്ട് ഐ മീൻ. ഇതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ വേറെ കാണിച്ചത്. ഇപ്പൊ ഫോർ ഓക്കെ, ഇതൊരു സൈറ്റാണ്, userinyourface.com എന്ന് പറയുന്ന സാധനം. ഇത് ഉപയോഗിച്ച് ഞാൻ പറയുന്ന എന്താ ഈ ഫീൽ എന്താണ്, ലുക്ക് എന്താണ് എന്നുള്ള കാര്യത്തിൽ പിടികിട്ടും. ഞാൻ ചാറ്റ് ബോക്സിൽ ആ ഒരു സൈറ്റിന് ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തുറന്നു നോക്കിക്കോ. ആൻഡ് ട്രൈ ടു യൂസ് ദ സൈറ്റ് ഫോർ ലൈക്ക് 30 seconds or something and just look at how things are. ഓക്കെ, ഞാൻ ഇവിടെ റിലോഡ് ചെയ്തിട്ട് എന്താ നോക്കാം. അപ്പം fine, we have a normal thing, a normal page, and then there is this cookies warning which is unusually huge. Okay, right. So ഇതിൽ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഷോസ് എ നമ്പർ ടിക്കിംഗ്, ഇറ്റ് ഷോസ് എ ക്ലോക്ക് ടിക്കിംഗ്, കുറച്ച് ചൂസ് പാസ്വേഡ് ഉണ്ട്. സോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും ക്ലിയർ അല്ല. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്തു, ചൂസ് പാസ്വേഡ് ക്ലിക്ക് ചെയ്തു, ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദാറ്റ് ടെക്സ്റ്റ് ഇസ് ഇൻ ഗ്രേ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ്. ഒരു സെക്കൻഡ്. യാ, ദ ടെക്സ്റ്റ് ഇസ് ഇൻ ഗ്രേ. മാത്രമല്ല, സാധാരണ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചൂസ് പാസ്വേഡ് എന്നുള്ള സാധനം അങ്ങ് മാഞ്ഞു പോകും. എന്നിട്ട് ബാക്കിയാണ് നമ്മൾ അടിക്കാറ്. ഇതതിന്റെ അറ്റത്തോട്ട് തന്നെ നമ്മൾ അടിക്കാനുള്ള സാധനം ടൈപ്പായി വന്നു. റൈറ്റ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച് നോക്കണം. ഓക്കെ, ലൈക്ക് ഇഫ് യു ക്യാൻ റൈറ്റ് നൗ ട്രൈ ഇറ്റ്. കാരണം ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ് ടു ഹാവ് എ യൂസർ എക്സ്പീരിയൻസ്. ഇത് ഉപയോഗിച്ച് വരുമ്പോൾ ആൾക്ക് വട്ടുപിടിക്കും. ലൈക്ക് ഇറ്റ്സ് ദാറ്റ് അനോയിങ് ടു യൂസ്. റൈറ്റ്. അപ്പൊ ഇതിനെ ഇങ്ങനെ വരാൻ പാടില്ല. അതാണ് ബേസിക്കലി വാട്ട് യൂസർ എക്സ്പീരിയൻസ് സ്റ്റാൻഡ്സ് ഫോർ. റൈറ്റ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് റാൻഡം സ്റ്റഫ് പോപ്പിംഗ് അപ്പ്. ഇത് ഒരു യൂസർ ആ വെബ്സൈറ്റ് വന്ന ഉടനെ ഇട്ടേച്ച് പോകാൻ തോന്നും. അതാണ് സംഭവം. ഇനി ഇതിന് കോൺട്രറി ആയിട്ട് ലെറ്റ് മീ ഷോ യു റിയലി ഗുഡ് എക്സാമ്പിൾ ഓഫ് എ യൂസർ ഇന്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ്. ഓക്കെ, റൈറ്റ്. ഇത് നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന Airbnb എന്ന് പറയുന്ന സൈറ്റാണ്. ഓക്കെ, അപ്പൊ ഈ സൈറ്റ് ഒന്ന് കാണാൻ നല്ലൊരു വൃത്തിയുണ്ട് അല്ലേ? ഒരു ബാലൻസ് ഉണ്ട്. ബാലൻസ് എന്താ നോക്കിയുള്ള നമ്മൾ വഴി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ദെൻ ഓക്കെ, ഇതിനൊരു ബാലൻസ് ഉണ്ട്. ഇത് എന്തിനുള്ള സൈറ്റ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഇത് ഇവിടെ എന്തൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, എന്താ എന്തൊക്കെയാണ് ഇതിലെ ലിസ്റ്റിങ്സ്, നമുക്ക് ഇവിടെ എന്തുദ്ദേശിച്ച് ഒരു ഉദ്ദേശത്തിന് വന്നാൽ ഉദ്ദേശം കഴിഞ്ഞിട്ട് വേഗം പോകാൻ പറ്റും അല്ലേ? ഇപ്പൊ എനിക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്ന് വെച്ചോ, സൗത്ത് കൊറിയയിൽ അതെ, ബുക്ക് ചെയ്യുവാണെങ്കിൽ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉടനെ കാണിക്കുന്നു, എനിക്ക് വേണ്ട ബട്ടൺ ഉടനെ കാണുന്നു, എനിക്ക് വേഗം ക്ലിക്ക് ചെയ്ത് ഞാൻ വന്ന കാര്യം ചെയ്തിട്ട് എനിക്ക് ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ കൻ ഡു ദാറ്റ് ടു. റൈറ്റ്. സോ ദിസ് ഇസ് എ റിയലി സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വന്ന് ചെയ്തിട്ട് പോകുക, അതിന് വേണ്ടിയിട്ട് എളുപ്പമാക്കുക ഇസ് വാട്ട് എ ഗുഡ് യൂസർ എക്സ്പീരിയൻസ് സ്റ്റാൻഡ് ഫോർ. സോ വേറെ രീതി പറയുകയാണെങ്കിൽ, let me just switch over to the presentation. Yeah. Okay. വേറെ രീതി പറയുകയാണെങ്കിൽ UI എന്ന് പറയുന്ന സാധനം, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ബട്ടൺ, നമുക്ക് വായിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ്, അതിന്റെ കളറ്, അതിന്റെ ലേ ഔട്ട്, അതിന്റെ ഫോണ്ട്, അതിന്റെ സ്പേസിങ്, അതിന്റെ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, ഇതെല്ലാം കംസ് അണ്ടർ UI. അതാണ് നമ്മളിപ്പോ പറഞ്ഞത് യൂസർ ഇന്റർഫേസ്. റൈറ്റ്. അപ്പൊ ഈ യൂസർ ഇന്റർഫേസ് ഉണ്ടായിട്ട് ഒരു വ്യക്തിക്ക് അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് യൂസർ എക്സ്പീരിയൻസ് അഥവാ UX. സോ UI ഇസ് എ പാർട്ട് ഓഫ് UX. ഓക്കെ, നോട്ട് ദി അതർ വേ. അതായത് യൂസറിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ അതിൽ UI വേണം, പക്ഷെ UI മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. റൈറ്റ്. സോ ഒരു UX ഉണ്ടാവണമെങ്കിൽ ആ യൂസർ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കണം. ആ യൂസറിന്റെ ഉദ്ദേശം എന്താണ്, ആ യൂസറിന് എന്താണ് നമ്മുടെ സൈറ്റ് കൊണ്ട് വേണ്ടത്, നമ്മുടെ സൈറ്റിന്റെ ഒരു തീം എന്തായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആമസോണിന്റെ സൈറ്റ് ഇപ്പോൾ എടുക്കുകയാണെന്ന് ഉദ്ദേശിച്ചത്, ആമസോണിന്റെ സൈറ്റിൽ നമ്മൾ കയറുവാണെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാൻ കയറിയ സാധനത്തിന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാർ മേളിൽ തന്നെ കിടക്കുന്നു. മിക്കപ്പോഴും ജസ്റ്റ് ബിസിനസ് നമ്മുടെ കാര്യങ്ങളിൽ എത്തി നോക്കുന്നുള്ളതുകൊണ്ട്
നമുക്ക് വേണ്ട സാധനം ചിലപ്പോൾ ഫ്രണ്ട് പേജ് തന്നെ കിടന്നു ഇരിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് വേണ്ട സാധനം വാങ്ങിക്കുന്നു, അവിടുത്തെ ഉടനെ തന്നെ ബൈ നൗ എന്ന് ബട്ടൺ കാണുന്നു, ക്ലിക്ക് ചെയ്യുന്നു, കാര്യം കഴിഞ്ഞു. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു, വാങ്ങിച്ചു, കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത സൈറ്റ്, ആവശ്യമില്ലാത്ത പേജസ് കയറി വന്നാലോ, അല്ലെങ്കിൽ ഒരുപാട് ഡിലേ വന്നാലോ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പാടാണേലോ ആൾക്കാർ ആമസോൺ ഇത്ര ഉപയോഗിക്കത്തില്ലായിരുന്നു. റൈറ്റ്. സോ അതാണ് നമ്മളിപ്പോ എത്ര നല്ല ഭംഗിയുള്ള സൈറ്റ് ഉണ്ടാക്കിയാലും അത് ഉപയോഗിക്കാൻ എളുപ്പമല്ലെങ്കിൽ ദാറ്റ് ഡിഫീറ്റ്സ് ദ പർപ്പസ് ഓഫ് ഹാവിംഗ് എ റിയലി ഗുഡ് UI. ഓക്കെ, സോ ബേസിക്കലി അതാണ് UI ആൻഡ് UX എന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ, ഇനി ഇതല്ലാതെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞൊരു ടേമും എല്ലാവരും എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ അതിപ്പോ ഒരു വെബ് ഡിസൈൻ ആയാലും ആപ്പ് ഡിസൈൻ ആയാലും നമ്മളിപ്പോ ഒരു ആപ്പോ വെബ്സൈറ്റോ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, ലൈക്ക് ബേസിക്കലി UI ഉള്ള ആ ഭാഗം, അതിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് വിളിക്കുക. ഓക്കെ, UIയുടെ ലോജിക്ക്, അതൊക്കെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ UIക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, UI ഹാൻഡിൽ ചെയ്യാനുള്ള എന്താ ഫങ്ഷൻസ്, അല്ലെങ്കിൽ UIക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജ്, ഐക്കൺ, ഫോണ്ട്, ഈ സാധനങ്ങളൊക്കെ വേറെ ഒരു സെർവറിൽ നിന്നാണ് വരുന്നത്. അതായത് ഇപ്പൊ ഗൂഗിളിന്റെ സെർവറിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിന്റെ സെർവറിൽ നിന്നോ ആണ് നമുക്ക് ഇതൊക്കെ വരുന്നത്. അപ്പൊ അതിനെ ബാക്ക് എൻഡ് എന്ന് വിളിക്കും. സോ നമ്മൾ ഈ വെബ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നാളത്തെ സെഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഫോർ നൗ വിൽ ബി ഫോക്കസിങ് ഓൺ UI UX ആൻഡ് UI ഡിസൈൻ. ഓക്കെ, റൈറ്റ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക്, ലൈക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞത് വെച്ച് എനിബഡി ഹാസ് എനി ഡൗട്ട്സ്? ഇഫ് സോ പ്ലീസ് ഷെയർ ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ എനി ഡൗട്ട്സ്? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഫാസ്റ്റ് വല്ലതും ആയിപ്പോയെങ്കിൽ അതും പറയാം കേട്ടോ. ലൈക്ക് ഒരുപാട് ഫാസ്റ്റ് ആയെങ്കിൽ അതും പറയാം. ഐ വിൽ സ്ലോ ഡൗൺ ഇഫ് യു വാണ്ട്. സോ മേ ഐ കണ്ടിന്യൂ? ചാറ്റിലിട്ടാലും മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്താലും പറയാം. ഓക്കെ, യെസ് 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 ഓക്കെ, റൈറ്റ്. അപ്പോ UI ആൻഡ് UXന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് ഫിഗ്മയിലേക്കാണ്. ഫിഗ്മ വെച്ച് നമുക്ക് ഇന്ന് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും, ബട്ട് ദെൻ വിൽ കം ഇൻ ടു ദാറ്റ് ഷോർട്ട്ലി. ഇപ്പൊ നമ്മൾ ഫിഗ്മയിൽ കയറി എന്തെങ്കിലും ചെയ്തതിന് മുമ്പായിട്ട് ഫിഗ്മ എന്താണെന്ന് അറിയാം. ഈ ഫിഗ്മയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഫിഗ്മ ഈസ്. സോ ഫിഗ്മ എന്ന് പറയുന്നത് ഈ UI ഡിസൈനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൂളാണ്. അത് ഡിസൈൻ ടൂളാണ് ഫിഗ്മ എന്ന് പറയുന്നത്. യു ക്യാൻ ഗോ ടു figma.com ഫോർ ഇറ്റ്. ഓക്കെ, ടു ക്രിയേറ്റ് എനിത്തിങ്, വെബ്സൈറ്റ്സ്, ആപ്ലിക്കേഷൻസ്, ലോഗോസ് ആൻഡ് മച്ച് മോർ. അപ്പൊ ഫിഗ്മ എന്ന് പറയുന്ന ഈ സൈറ്റ് എന്താ ഓൾമോസ്റ്റ് ഓൾ പ്രൊഫഷണൽ UX ഡിസൈനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ്. അതിലാണ് നമ്മൾ നമ്മുടെ ഡിസൈൻസ് എല്ലാം ഉണ്ടാക്കുന്നതും അതിലാണ് നമ്മുടെ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും വർക്ക് ചെയ്യുന്നതും കൊളാബറേറ്റ് ചെയ്യുന്നതും മിക്കതും ഫിഗ്മയിലാണ്. ഓക്കെ, സോ ഇതാണ് ഫിഗ്മയുടെ സൈറ്റ് ആൻഡ് ഐ എൻകറേജ് യു ഗൈസ് ടു മേക്ക് ആൻ അക്കൗണ്ട് റീൽ. ഇതിലൊരു അക്കൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ബി ബെസ്റ്റ്. അധികം നേരം എടുക്കത്തില്ല. ഇഫ് യു ഹാവ് ഗൂഗിൾ അക്കൗണ്ട് ദാറ്റ് വിൽ മേക്ക് ഇറ്റ് മച്ച് മോർ ക്വിക്കർ. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. ഓക്കെ, ഒരു അക്കൗണ്ട് അങ്ങ് ഉണ്ടാക്കുക. ഇപ്പൊ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്തോ. വി ക്യാൻ ഗോ ത്രൂ ദിസ് ടുഗെദർ ഇൻ ദാറ്റ് വേ. ഓക്കെ, ഫിഗ്മ ഒരു അക്കൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ചാറ്റിൽ ഒരു യെസ് ഇടും, അല്ലെങ്കിൽ തംസ് അപ്പോ അങ്ങനെ വല്ല ഇടും. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നല്ല, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാം ഫിഗ്മയെ കുറിച്ച്. വിൽ ബി ഡൂയിങ് സം ബിറ്റ് ഓഫ് ഹാൻഡ്സ് ഓൺ വർക്ക് ഓൺ ഫിഗ്മ ഇൻ എ ഷോർട്ട് വൈൽ. അപ്പോൾ മീൻ വൈൽ നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി. ഓക്കെ, ഫിഗ്മയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗ്രേറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഇരുന്നുണ്ടാക്കിക്കോ, അധികം നേരം എടുക്കൂല. ഓക്കെ, സോ ഫൈൻ. ഫിഗ്മയുടെ കാര്യം പറയാം. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ UI UX ഡിസൈനിന് വേണ്ടിയിട്ട് ഇത് മാത്രമല്ല, വേറെ പല ടൂൾസും ഉണ്ട്. അഡോബിന്റെ XD ഉണ്ട്, സ്കെച്ച് എന്ന് പറഞ്ഞ വേറൊരു ആപ്പ് ഉണ്ട്, ബട്ട് ദാറ്റ്സ് ഓൺലി ഫോർ macOS. പിന്നെ വേറൊരു കോമ്പറ്റീഷൻ ആണ് ഫിഗ്മ. ഇതല്ലാതെ വേറെ കുറെ ചെറിയ ടൂൾസ് വേറെ ഉണ്ട്, ഇല്ലാതല്ല. ബട്ട് ദിസ് ഇസ് ഇഫ് നോട്ട് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ UI UX ഡിസൈൻ ടൂൾ. ഓക്കെ, ഇത് റീസെന്റ് അഡോബ് വാങ്ങിച്ചു. ലൈക് ഫിഗ്മയും അഡോബ് XDയും കോമ്പറ്റീഷൻ ആയപ്പോൾ അഡോബ് തന്നെ ഫിഗ്മ അങ്ങ് വാങ്ങിച്ചു. സോ അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട് ഇപ്പോൾ. എനിവേ, സോ ഫിഗ്മ നിങ്ങൾ തുറന്നു കഴിയുമ്പോൾ ഇതിപ്പോ ഞാൻ ചെയ്ത പഴയ കുറെ ഡിസൈൻസ് ആണ്. ദിസ് വോണ്ട് ബി ദേർ ഫോർ യു. അതർ ദാറ്റ് ഈ ന്യൂ ഡിസൈൻ ഫയലിൽ നിന്നാണ്, ന്യൂ ഫിഗ് ജാം ഫയലിൽ നിന്നാണ്, ഇമ്പോർട്ട് ഫയൽ ആണ്. ഇൻ ദാറ്റ് ന്യൂ ഡിസൈൻ ഫയൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫിഗ് ജാം ഇസ് എ ഡിഫറെന്റ് തിങ്, അത് ഇറ്റ്സ് നോട്ട് റെലവെന്റ് ചെയ്യാം. ന്യൂ ഡിസൈൻ ഫയൽ ക്ലിക്ക് ചെയ്യാം. അത് ലോഡ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും.
അത് ലോഡായി അവിടെ ഇരിക്കട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു പുതിയ ഡിസൈൻ ഓപ്പൺ ആക്കി വെക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കട്ടെ. റൈറ്റ്, ആൻഡ് ദെൻ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഫിഗ്മ എന്താണെന്നുള്ളത് നമുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. റൈറ്റ്, ഇനി പറയാൻ പോകുന്ന ഒരു രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഇപ്പൊ നമ്മൾ UI/UX കാര്യം പറഞ്ഞില്ലേ, അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബിക്കോസ് ഇഫ് യു കീപ് ദിസ് കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് ഇൻ മൈൻഡ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിസൈൻ കാണാൻ ഇച്ചിരി ഭംഗി കാണും. മാത്രമല്ല എന്താ പ്ലസന്റ് എന്ന് മാത്രമല്ല, ഒരു യൂസർ പ്രഥമ ദൃഷ്ടിയ, അതായത് ആദ്യമേ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് പിടികിട്ടും. ലൈക്ക് ഇറ്റ് ഫീൽസ് മച്ച് മോർ ഇൻറ്റ്യൂട്ടീവ്. റൈറ്റ്, സോ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ബാലൻസ് ഇൻ കോമ്പോസിഷൻ. അപ്പൊ ദിസ് ഇസ് നോട്ട് നെസസറിലി എ UI/UX ടോപ്പിക്. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആർട്ടിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദർ ആർ ആർട്ടിസ്റ്റ് ഇൻ ദിസ് ചാറ്റ് റൈറ്റ് നൗ, യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഓൾറെഡി. ഇഫ് നോട്ട്, ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ വരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അതിനൊരു ബാലൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ ഒരു സുഖമാണ്, അതൊരു കുളിർമയാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ സ്ക്രീൻ മൊത്തം ഷെയർ ചെയ്യാം. വിൻഡോ സെറ്റിംഗ് ശരിയാവുന്നില്ല. സോ ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പോസിഷൻ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെ കണ്ടന്റ് ഉള്ളതാണെന്ന് തോന്നണം. ഇൻ ദ സെൻസ്, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ക്വയർ എടുത്തെന്ന് വെച്ചോ, ഈ കാണുന്ന ഒരു സ്ക്വയർ, ഈ സ്ക്വയറിന്റെ നടുഭാഗം ഒരു സൂചി കൊണ്ട് കുത്തി നിർത്തിയിരിക്കുന്ന കുട്ടിയോ. ഇഫ് യു ഡു ദാറ്റ് ആൻഡ് യു പ്ലേസ് ഈച്ച് കോമ്പണൻസ് ഓൺ എ കോർണർ ഓർ എ സൈഡ്, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സർക്കിൾ ഇട്ടു, അപ്പുറത്തെ ഒരു സർക്കിൾ ഇട്ടു, അങ്ങനെ ഇടുമ്പോൾ ആ സർക്കിൾ ഒരു ഇച്ചിരി വെയിറ്റ് ഉള്ളതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ പേപ്പർ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. ആ സൂചി നടുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബാലൻസ് ഓൺ ദാറ്റ് നീഡിൽ. ലൈക്ക് ദാറ്റ്സ് ദ ബേസിക് ഐഡിയ. ഇപ്പൊ ഞാൻ വേറൊരു എക്സസൈസ് കാണിച്ചു തരാം ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഫർദർ. ജസ്റ്റ് എ സെക്കൻഡ്. റൈറ്റ്, ഓക്കെ, ഇപ്പൊ ഇത് പെയിന്റ് ആണ്. ഓക്കെ, മൊത്തം ഒരു വെള്ള ഷീറ്റ്, ഞാൻ ഒരു കുത്തിട്ടു. സോ ഇപ്പോ ഈ ഒരു കുത്തിട്ടപ്പോ ഇവൻ ദോ ദിസ് എൻറ്റയർ തിങ് ഇസ് എ ബ്ലാങ്ക് വൈറ്റ് സീൻ, അതായത് ഇത്രയും വലിയൊരു ക്യാൻവസ് ആയിട്ടും നിങ്ങളുടെ ശ്രദ്ധ പോയത് ഈ ഒരു നടുക്കത്തെ ഡോട്ടിലായിരിക്കും. ദാറ്റ്സ് ജസ്റ്റ് ഹ്യൂമൻ നേച്ചർ. ലൈക്ക് നടുക്കത്ത് ആ ഒരു ഒറ്റ ഡോട്ട് കിടക്കുന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോയിട്ടുണ്ടാവുക. റൈറ്റ്, ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ ഇതിപ്പോ അതവിടെ കിടക്കട്ടെ, നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാം. ഓക്കെ, if I put a dot over here, say on the left side of the screen, okay, you are going to notice that like you did before. But then this time you see that there is, sorry, just a second. WhatsApp is wait a second, give me a moment. സോ ഇപ്പൊ ഇതില് ഈ ഒരു ഡോട്ട് ഈ സൈഡിൽ ഇട്ടപ്പോ നൗ ദിസ് സൈഡ് ഓഫ് ദ ഓഫ് ദിസ് ക്യാൻവസ് ഫീൽസ് ലൈക്ക് ഇറ്റ് ഹാസ് കണ്ടന്റ്. ലൈക്ക് ഇവിടെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു തോന്നല്. ദാറ്റ് ഇസ് കോൾഡ് ഇംബാലൻസ്. അതായത് ഇവിടെ ഒരു കണ്ടന്റ് ഇല്ലാത്തൊരു തോന്നൽ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇപ്പൊ അതേപോലെ ഇപ്പുറത്ത് ഞാൻ സിമെട്രിക്കൽ ആയിട്ടൊരു ഡോട്ട് ഇട്ടു. നൗ ഇറ്റ് ഹാസ് എ ബിറ്റ് മോർ ബാലൻസ്, അതായത് രണ്ട് സൈഡിലും സാമാന്യം ഒരു കണ്ടന്റ് ഉള്ള പോലത്തെ ഒരു ഫീൽ. ഓക്കെ, ഇനി വേറൊരു കാര്യം വെച്ചാൽ ഞാനിപ്പോ ഇതല്ലാതെ ഒരു വലിയ സർക്കിൾ ആക്കി നിർത്തി ഇവിടെ. ഓക്കെ,
ഇപ്പൊ ഞാൻ ഇതൊരു വലിയ സർക്കിൾ ഇവിടെ ആക്കി അല്ലേ? അപ്പൊ ഈ വലിയ സർക്കിള് നൗ ഹാസ് മോർ വെയിറ്റേജ് ഇൻ ദ കോമ്പോസിഷൻ. അതായത് നിങ്ങളിപ്പോ വെറുതെ ആദ്യമായിട്ട് നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ വലിയ സർക്കിൾ ആയിരിക്കും, എന്നിട്ടേ ചെറിയ സർക്കിൾ കാണുള്ളൂ അല്ലെ? സോ അങ്ങനെയാണെങ്കിലും വാട്ട് ദാറ്റ് ഡസ് ഇസ് നിങ്ങളുടെ ശ്രദ്ധ ഇവിടോട്ടാണ് കൂടുതൽ പോകുന്നത്. മീൻസ് ദിസ് സൈഡ് ഫീൽസ് എ ബിറ്റ് മോർ ഹെവിയർ ഇൻ കോണ്ടാക്ട് കമ്പയർ ടു ദിസ് സൈഡ്. അപ്പോൾ അതിന് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ സിമെട്രിക്കലായിട്ട് ഇതേ സാധനം ഇപ്പുറത്തും കൊണ്ടുവരാം. ബട്ട് ദർ ഇസ് അനദർ ടെക്നിക് ദാറ്റ് വി യൂസ്. ഇങ്ങനെ ഒരു വലിയ സാധനം ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയ സാധനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ now this feels almost equally balanced in the sense right സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെ കണ്ടന്റ് ഉള്ളതായിട്ട് തോന്നുന്നു. Now why am I telling this boring concept over and over? കാരണം നിങ്ങളിപ്പോ ഏത് സൈറ്റ് എടുക്കുവാണെങ്കിലും അതിന്റെ മേൽഭാഗം താഴത്തെ ഭാഗം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതേപോലെ എന്താ ലൈക്ക് നല്ലതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൈറ്റ് ആണെങ്കിൽ ഇതേപോലെ ബാലൻസ്ഡ് ആയിരിക്കും. ഇപ്പൊ തന്നെ Airbnb എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടെ എടുക്കാം. റൈറ്റ്, ഇവിടെ ഇപ്പോ മേളില് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു എന്താ നാവ് ബാർ ഉണ്ട്. അതായത് എന്താ ലോഗോയും ഇത്രയും ഐക്കൺസും ഉള്ള ഒരു വലിയ ഹെവി നാവ് ബാർ ആണ് ഉള്ളത്. ബട്ട് ദെൻ ടു ബാലൻസ് ദാറ്റ് നല്ല എടുത്തു നിൽക്കുന്ന ഒരു ബട്ടൺ ഇവിടെ അതേപോലെ ഇൻഫർമേഷൻ ഹെവി ആയിട്ടുള്ള ഒരു ഫൂട്ടർ ഇവിടെ താഴെയുണ്ട്. കണ്ടോ? ഈ Airbnb പ്രൈവസി ഇങ്ങനെ കിടക്കുന്ന ഇവിടെ ഉണ്ടോ ഫൂട്ടർ. അപ്പൊ ഈ ബാലൻസ് ഇറ്റ് മേക്സ് യു ഫീൽ ഗുഡ് വെൻ യു കം ടു ദ വെബ്സൈറ്റ്. ഇതല്ലാതെ ഇപ്പൊ ഇത് എന്താ നമ്മുടെ കാർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിലും നാലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊരു സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്, സോ ദിസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് വൺസ് യു സ്റ്റാർട്ട് ടു കം ഇൻ ടു ഡിസൈൻ. അതിനനുസരിച്ചാണ് നമ്മൾ ഡെക്കറേഷൻ ആഡ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഐക്കൺസ് ഇടുന്നതായാലും ഒക്കെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. സോ ദാറ്റ്സ് വൺ തിങ് ടു റിമെമ്പർ, ബാലൻസ് ഇൻ കോമ്പോസിഷൻ. ഓക്കെ, right, so that's one concept. Another concept is typography. Now this is fairly easier കാരണം we have been experiencing this, like we have been paying attention to this in our day to day life more. അതായത് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എടുക്കുകയാണെങ്കിൽ the first thing you notice would be the biggest text in it, which has much more bolder font and a more contrasting color. എന്നിട്ട് അതിന് തൊട്ട് താഴെ നോക്കുന്നത്, തൊട്ട് താഴെയല്ല, അതിൽ ഈ എന്താ അതിന് തൊട്ട് ചെറിയ സൈസ് ഉള്ള സാധനത്തിനെ നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് നോക്കും. അതായത് രണ്ടാമത്തെ ശ്രദ്ധ അതിലേക്ക് പോകും, ലാസ്റ്റ് ശ്രദ്ധ ഈ ബോഡിയിലേക്കാണ് പോകുന്നത്. സോ വൈ ഡു യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ് ഇൻ UI UX ഡിസൈൻ? കാരണം ഇങ്ങനത്തെ നമ്മളിപ്പോ ഏതൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിലും അതിൽ ഒരുപാട് ഇൻഫർമേഷൻ കാണും. ആൻഡ് വി ഡോണ്ട് നീഡ് ഓൾ ദാറ്റ് ഇൻഫർമേഷൻ വിത്ത് ദ സെയിം അമൗണ്ട് ഓഫ് ഇമ്പോർട്ടൻസ് അല്ലേ? ഇപ്പൊ ഞാൻ എന്താ ഒരു ആർട്ടിക്കിൾ വല്ല എടുക്കാന്ന് വെച്ചു ഇപ്പൊ മീഡിയത്തില്, ഓക്കെ ഇതെടുക്കാം, ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിളിൽ യു നീഡ് ടു നോ വാട്ട് യു കെയിം ഫോർ, റൈറ്റ്? സോ ഫോർ ദാറ്റ് ഈ പറയുന്ന ടൈറ്റിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ശ്രദ്ധ ആദ്യം അപ്പൊ ഇതിലോട്ട് പോകും, എന്നിട്ടായിരിക്കും ഇതിലേക്ക് വരുന്നതിന് മുമ്പേ ഇതിലേക്കായിരിക്കും നിങ്ങൾ അടുത്ത് പോവുക. ദിസ് ഇസ് ദ സെക്കൻഡ് തിങ് ദാറ്റ് ക്യാച്ചസ് യുവർ അറ്റൻഷൻ ബിക്കോസ് ഓഫ് വൺ, ഇറ്റ്സ് ഇമീഡിയറ്റ്ലി ക്ലോസ് ടു ദിസ്. ടു, ജസ്റ്റ് നെക്സ്റ്റ് താഴെ എന്താ അതിന്റെ സൈസ് വരുന്നത് ഇതാണ്, ഫോൺ സൈസ് വരുന്നത് ഈ ഒരു പാരഗ്രാഫിനാണ്. ആഫ്റ്റർ ദിസ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്ന മിക്കവാറും ഈ രണ്ട് ഐക്കൺസിലോട്ടായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇമേജ് ആൻഡ് സ്റ്റാൻഡ്സ് ഔട്ട്. ഓക്കെ, അതല്ലാതെ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ മിക്കവാറും ഈ ഒരു ഫ്ലട്ടർ വേ എന്ന് പറയുന്ന സാധനത്തിൽ പോയിട്ടുണ്ടാവാം, ഈ അതിന്റെ താഴെയുള്ള ഈ ഇൻഫർമേഷനിൽ പോയിട്ടുണ്ടാവാം, ഈ ഐക്കൺസിൽ പോയിട്ടുണ്ടാവാം, ബിക്കോസ് ഓൾ ദോസ് ആർ ഓഫ് സിമിലർ സൈസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഹയറാർക്കി, ഏറ്റവും വലുത് തൊട്ട് താഴെ ചെറുത് പിന്നെ ബാക്കി ചെറിയ സാധനങ്ങൾ എന്നുള്ളത് ഇസ് പാരമൗണ്ട് ഇൻ ടു ഡിറ്റർമൈനിങ് ദ ഡയറക്ഷൻ ഓഫ് യുവർ വെബ്സൈറ്റ്. അതായത് ഒരു വെബ്സൈറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എവിടുന്ന് തുടങ്ങി എങ്ങോട്ട് പോകണം എന്നുള്ളത് അതിന്റെ ഹയറാർക്കി നല്ലോണം തീരുമാനിക്കും. കാരണം വൈ ആം ഐ ടെല്ലിംഗ് ദിസ് ഇസ് ബിക്കോസ് മിക്കപ്പോഴും നമ്മളിപ്പോൾ ബിഗിനേഴ്സ് ആയിട്ട് നമ്മൾ UI UX ഡിസൈനിലേക്ക് വരുമ്പോൾ വി ഫീൽ ലൈക്ക് എവറി ഇൻഫർമേഷൻ ഹാസ് ടു ബി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും കയറി ബോൾഡ് കൊടുക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും കയറി അങ്ങ് വലിയ ഫോട്ടോ കൊടുക്കും. What that does is it disturbs, one, the balance of the composition. Two, it disturbs the type hierarchy അഥവാ typography. So ഈ രണ്ട് കാര്യങ്ങൾ ഇറ്റ്സ് എ വെരി ബേസിക് തിങ് ടു നോ. ഓക്കെ, ഇത് പക്ഷെ ഇത്രയും അറിഞ്ഞത് കൊണ്ട് മാത്രം എവറിത്തിങ് എന്ന് ഞാൻ പറയില്ല. ദർ ആർ എ ലോട്ട് മോർ കോൺസെപ്റ്റ്, ബട്ട് ഫോർ ആർ ഇൻട്രസ്റ്റിംഗ് ടൈം ഇപ്പൊ നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് നോക്കുന്നത്, റൈറ്റ്? ഇതല്ലാതെ വേറെ കുറെ കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ വഴിയെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഫൈനലി കുറച്ച് റിസോഴ്സസിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു UI ഡിസൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ റിസോഴ്സസിനെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി റിസോഴ്സസ് വേണം. സോ ഫസ്റ്റ് തിങ് ഐ ടേക്ക് ഇസ് ദ കളേഴ്സ്.
നമ്മളിപ്പോ എന്തൊരു കളർ എന്താ UI/UX ഡിസൈൻ ഉണ്ടെങ്കിൽ എന്തൊരു വെബ്സൈറ്റിന്റെ ഡിസൈൻ ആയാലും ആപ്പിന്റെ ഡിസൈൻ ആയാലും അതിന് വേണ്ടിയിട്ട് കളേഴ്സ് വേണം. അത് മിക്കപ്പോഴും ഇപ്പൊ നമുക്കൊരു വർക്ക് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് എടുത്ത് ചെയ്യുവാണെങ്കിലോ മോസ്റ്റ് ഓഫ് ദ ടൈം ദ ബ്രാൻഡ് വിൽ ഹാവ് എ കളർ, അല്ലെങ്കിൽ അവരുടെ ലോഗോയ്ക്ക് ഒരു കളർ കാണും, അല്ലെങ്കിൽ ഒരു ഉദ്ദേശിക്കുന്ന ഒരു കളർ കാണും. ആൻഡ് ദർ കുഡ് ബി എ കളർ സൈക്കോളജി ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ കളർ സൈക്കോളജി ഒക്കെ സംസാരിച്ച് വരാനാണെങ്കിൽ ഒരുപാട് നേരം പോകും. സോ ഐം ജസ്റ്റ് ഗോയിങ് ത്രൂ വാട്ട് വി ഡു റിയൽ ക്വിക്ക് ഇൻ കളേഴ്സ്. ഓക്കെ, അപ്പൊ ഒരു കളർ പാലറ്റ് വേണ്ടി വരും. കളർ പാലറ്റ് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കളേഴ്സ്, അതായത് ഒരുമിച്ചിരുന്നാൽ കാണാൻ ഭംഗി ഉണ്ടാവുന്ന കുറച്ച് കളർ കോമ്പിനേഷൻ, അതിനാണ് കളർ പാലറ്റ് വിളിക്കുന്നത്. സോ കളർ പാലറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്റെ മോസ്റ്റ് ഫേവറേറ്റ് 2 വെബ്സൈറ്റ്സ് ആണ് coolers.coയും mycolor.space. ഞാൻ കാണിച്ചു തരാം. ഈ പ്രസന്റേഷൻ ഞാൻ ഇഫ് പോസിബിൾ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് you can use these resources. You can of course explore more. You can put it in the chat if you want to. Okay, ഇപ്പൊ coolers.co നമുക്ക് പോവാം. Right. Whatever. Okay. ഇതാണ്, ഇതൊരു കളർ പാലറ്റ് ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ പാലറ്റ് വെച്ചിട്ട് എനിക്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്താ ആപ്പോ ഉണ്ടാക്കാം. If I press spacebar, I get another color palette. So these color combinations is useful when it comes to making a website or an app. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് കൂളേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം. ഓക്കെ, ഇനി ഇതല്ലാതെ വേറൊരു സൈറ്റ് ഞാൻ ഇപ്പുറത്തിട്ടത് mycolor.space ആണ്. This one, mycolor.space, right? So mycolor.space is used for generating color palette from one single color. ഇപ്പോ ഇവിടെ ഒരു പർപ്പിൾ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമുക്ക് മാറ്റി ഒരു ഗ്രീൻ വല്ല ഇടാം. ഓക്കെ, ഈ ഒരു ഗ്രീൻ ഇട്ടെന്ന് വെച്ചോ. ഈ ഒരൊറ്റ ഗ്രീനുമായിട്ട് ബേസ് ചെയ്ത്, അതായത് മിക്കപ്പോഴും നമ്മളിപ്പോ പറഞ്ഞില്ല ഒരു ലോഗോയ്ക്ക് ഒരു ബ്രാൻഡിങ് കാണും, അതിനൊരു ബ്രാൻഡ് കളർ കാണും. അങ്ങനെ ഒരു കളർ കിട്ടുവാണെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ഒരു കളർ പാലറ്റ് ആണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് വെബ്സൈറ്റ് ദാറ്റ് ഐ നോ. ഓക്കെ, ഇഫ് ഐ ക്ലിക്ക് ദിസ്, ആ ഒരു കളറിനെ ബേസ് ചെയ്തിട്ട് കുറെ കളർ പാലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കളർ പാലറ്റ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ഐ ഗെസ് ദാറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് വേറെ അടുത്തതിലേക്ക് പോവാം. ഫൈൻ. സോ ദാറ്റ്സ് കളേഴ്സ്. സെക്കൻഡ്, ഫോൺസ്. ഫോൺസിനെ പറ്റിയത് I personally prefer Google Fonts first because the repository is super huge. Okay, so Google Fonts il kittunna athrayum fonts vere evade adhigam kittathilla. One, it's free, and two, it has a lot of variety. Okay, so Google Fonts nayikku nammal innu example vendittu fonts edukkan povana. Okay, we'll come to that. Finally, icons. iconsay.com എന്ന് പറഞ്ഞിട്ടുണ്ട്, freepik.com എന്ന് പറഞ്ഞിട്ടുണ്ട്, material icons എന്ന് പറഞ്ഞിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടും. These are good websites for getting icons in the design. So അധികം time waste ചെയ്യാതെ let's just get into the design real quick. Okay, so this is the design that we are going to do today. Okay, അധികം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പോകുന്നില്ല. ഈ കാണുന്ന ഒരു ബ്ലാക്ക് സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഡിസൈനിന് നമ്മൾ ചെയ്യാൻ പോവുക. ഓക്കെ, സോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ ഫിഗ്മ തുറന്നിട്ടുണ്ടെങ്കിൽ you can just start with the design right now. Okay, ഇനി ഒരു സെക്കൻഡ്. റൈറ്റ്, സോ ഓക്കെ, പുതിയൊരു ഡിസൈൻ ഫയൽ ഉണ്ടാക്കുക. ന്യൂ ഡിസൈൻ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് പുതിയത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ടു ഡു UI ഡിസൈൻ. ഓക്കെ, സോ ഹലോ, ദിനേശ് എന്തെങ്കിലും പറയാനുണ്ട്? ഹലോ, ദിനേശ്, യുവർ മൈക്ക് ഇസ് അൺമ്യൂട്ടഡ്. കേൾക്കാമോ? ഹലോ, ഓക്കെ, താങ്ക് യു. സോ എവിടെയായിരുന്നു? റൈറ്റ്, സോ നമുക്ക് വേഗം തന്നെ ഒരു ഡിസൈൻ അങ്ങ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഫ്രെയിം എന്ന് ഇതാണ്. ഈ ഹോവർ ഓവർ ദിസ് തിങ്, ഈ മേളത്തെ ടൂൾ ബാറിൽ ഹോവർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ വാട്ട് ഈച്ച് ഓഫ് ദീസ് മീൻ. സോ വി സ്റ്റാർട്ട് വിത്ത് ഫ്രെയിം. ഓക്കെ, ഫ്രെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ കുറെ പ്രീ ബിൽറ്റ് ഫ്രെയിംസ് കാണാം. റൈറ്റ്, അതിൽ ഡെസ്ക്ടോപ്പിന്റെ അകത്ത് വി ആർ ഗോയിങ് ടു ടേക്ക് MacBook Pro 14 inch. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും യു ഗെറ്റ് ലൈക്ക് എ ക്യാൻവസ് വെർ യു കൻ വർക്ക് ഇൻ. ഇതാണ് ഒരു
സാധാ 14-inch മാക്ബുക്ക് പ്രോന്റെ സ്ക്രീൻ സൈസും സ്ക്രീൻ റേഷ്യോ. റൈറ്റ്. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിനെ ബേസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോവുക. ഓക്കെ ഫൈൻ. ഇനി എന്താ റൈറ്റ്, നമുക്ക് കളർ പാലറ്റ്സിലേക്ക് വരാം. സോ ഒരു സെക്കൻഡ് പറഞ്ഞ പോലെ ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഞാൻ അങ്ങോട്ട് തരാം. ചാറ്റിൽ റൈറ്റ്. So if you want, you can open this image for reference. Okay. ഞാനും ഈ ഇമേജ് എടുക്കുന്നു ഫോർ റെഫറൻസ് ഓഫ് കോഴ്സ്. നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ. ഇനി UI/UX പഠിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു സ്റ്റാർട്ട് വിത്ത് റെഫറൻസസ് ആൻഡ് റിപ്പിംഗ് ഓഫ് ദ പാറ്റേൺ വൺ ബൈ വൺ ഇറ്റ്സെൽഫ്. കാരണം ഇറ്റ് മേക്സ് യു റെക്കഗ്നൈസ് പാറ്റേൺസ് മോർ ഫാസ്റ്റർ ആൻഡ് മേക്സ് യു ലേൺ ക്വിക്കർ. കാരണം ആ ഒരു നാക്ക് വരാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ടു ഇമിറ്റേറ്റ് അതർ ഡിസൈൻ ഫസ്റ്റ്. ഓക്കെ. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കളേഴ്സ് ആണ് ചൂസ് ചെയ്തത്. സോ നേരത്തെ കളർ പാലറ്റ് ജനറേറ്റർ നമുക്ക് ജനറേറ്റ് ചെയ്ത് കളർ പാലറ്റ്സ് എടുക്കാം. ബട്ട് ദെൻ ഫോർ ദിസ് യൂസ് കേസ്, ഇപ്പോഴത്തെ നമ്മുടെ യൂസ് കേസിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു ജസ്റ്റ് ടേക്ക് കളേഴ്സ് ഫ്രം ദിസ്. ഓക്കെ. സോ ഹൗ ഡു യു ഡു ദാറ്റ്? യു ടേക്ക് അനദർ ഫ്രെയിം, മേക്ക് എ ഫ്രെയിം. ഓക്കെ. ക്ലിക്ക് ചെയ്തിട്ട് എന്താ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി ഫോർ സ്ക്വയർ. ആൻഡ് ബൈ ദ വേ ഇത് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് വെച്ചിട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് നീങ്ങും, അല്ലാതെ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ അപ്പ് ഡൗൺ നീങ്ങും. ദെൻ കൺട്രോൾ വെച്ച് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് അല്ലാതെ പാൻ ചെയ്യാൻ അത് മതി. അല്ലെങ്കിൽ നിങ്ങളുടെ മിഡിൽ മൗസ് ബട്ടൺ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുവാണെങ്കിലും യു ക്യാൻ ലുക്ക് അറൗണ്ട് ഇൻ ഫിഗ്മ. ഓക്കെ. സോ റൈറ്റ്, ഫ്രെയിം. ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് ഓരോ കളേഴ്സ് എടുക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ടേക്കിംഗ് ദിസ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ. ഒരു ഇതെടുക്കാം, ഒരു ഗ്രേ ആണ്, ഒരു ഗ്രേ കളറാണ് ഇത്. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് വിസിബിൾ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ. അപ്പൊ ഇതൊരു കളറ്. ദെൻ വിൽ ബി ലുക്കിംഗ് അറ്റ് ദിസ് ഫോർഗ്രൗണ്ട് കളർ വിച്ച് ഐ ബിലീവ് ഇസ് ജസ്റ്റ് വൈറ്റ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇനി ഇതല്ലാതെ ഇഫ് യു ഒബ്സർവ്, ഇവിടെ ഒരു ചെറിയ വേറൊരു കളറും ഉണ്ട്, റൈറ്റ്? ഒരു സ്മോൾ ഗ്രേ. സോ അത് നമുക്ക് എടുക്കാം. അതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ വേറൊരു ഫ്രെയിം ഇവിടെ ഉണ്ടാക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇവിടെ ഫില്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുന്നു, and we zoom in here and we click this, right? Okay. So ഈ രണ്ട് കളേഴ്സ് കിട്ടി. ആൻഡ് അതർ ദാൻ ദിസ് there is also white. അപ്പൊ ഇതാണ് നമ്മുടെ കളർ പാലറ്റ് എടുക്കാൻ പോകുന്നത്. ഈ രണ്ട് കളറും ഒരു വൈറ്റ്. സോ ദിസ് ഇൻ ടേംസ് ഓഫ് UI/UX ഡിസൈൻ യു കോൾ ദിസ് പ്രൈമറി കളർ, സെക്കൻഡറി കളർ, ആൻഡ് ദിസ് ആസ് ആക്സെന്റ് കളർ. വൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആക്സെന്റ് കളർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. സോ ലെറ്റ്സ് ജസ്റ്റ് ബിഗിൻ. നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഈ പ്രസന്റ് ഫില്ല് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇവിടെ ബൈഫാർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളേഴ്സ് എല്ലാം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബൈഫാർ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കളേഴ്സും ഇവിടെ കാണാൻ പറ്റും. യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ഇറ്റ്സെൽഫ് ഓർ യു ക്യാൻ പ്രസ് ദി ഐ ഡ്രോപ്പർ ടൂൾ ഹിയർ. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്താൽ മതി. റൈറ്റ്. സോ ദിസ് ഇസ് ദ സൈറ്റ് ദാറ്റ് വിൽ ബി വർക്കിംഗ് ഓൺ. ഓക്കെ. ഇനി അടുത്തത് ലെറ്റ്സ് മേക്ക് എ ലോഗോ ഹിയർ. അപ്പോൾ അതിന് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ടൂൾ ഉണ്ട്. അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. റിയലി സ്മോൾ. സോ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അത് സ്മോൾ ആണ്, അത് വലുതാക്കുന്ന കാര്യം പറഞ്ഞു തരാം. പ്രസ് എസ്കേപ്പ് സോ ദാറ്റ് യു ഗെറ്റ് ദിസ് ബോക്സ് അറൗണ്ട് ദ ടെക്സ്റ്റ് ലൈക്ക് സോ. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റിന്റെ ഈ ഒരു ബോക്സ് കാണും. യു ക്യാൻ ചൂസ് യുവർ ടെക്സ്റ്റ് സൈസ് ദർ, റൈറ്റ്? അപ്പൊ ഇതിപ്പോ നമ്മുടെ ഈ ഡിസൈനിൽ ഒരു സിംഗിൾ ലെറ്റർ ആണ് നമ്മുടെ ലോഗോ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. സോ വിൽ ഡു ദാറ്റ് ഓവർ ഹിയർ ഓൾസോ. ഐ ആം ഗോയിങ് ടു പുട്ട് എസ് ഹിയർ. ഓക്കെ. ഓക്കെ. ഈ സിംഗിൾ ലെറ്റർ ആണ് നമ്മൾ ലോഗോ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ബട്ട് അതിന് ചുറ്റും ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ട്. ആ സർക്കിളിന്റെ അകത്താണ് ഈ ലെറ്റർ ഇങ്ങനെ ഇരിക്കുന്നത്, റൈറ്റ്? സോ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഡിസൈൻ ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. സോ ഹൗ ഡു വി ഡു ദാറ്റ്? എഫ് അടിക്കുക, ഫ്രെയിം കിട്ടും. ഇപ്പോൾ ഫ്രെയിം അറൗണ്ട് ഇറ്റ്. Okay, but S കാണാതെ പോകും. So click on that and change the color to black. Okay. ഇനി ഈ ഒരു ഫോണ്ട് I chose this thing to be, I believe this thing to be Poppins. അപ്പോൾ നേരത്തെ നമ്മൾ ഗൂഗിൾ ഫോൺസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഗൂഗിൾ ഫോൺസിലെ എല്ലാ ഫോൺസും
ഫിഗ്മയിൽ ഫ്രീലി അവൈലബിൾ ആണ്. ഇവിടെ സോ ഇവിടെ കാണുന്ന എല്ലാ ഫോൺസും ഫിഗ്മയിൽ കിട്ടും. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ദിസ് പോപ്പിൻസ് ഓവർ ഹിയർ. ദിസ് ഫോണ്ട് ഇസ് പ്രിറ്റി നൈസ് ടു ലുക്ക് അറ്റ്. സോ ഈ ഒരു ഫോണ്ട് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ ഇന്റർ എന്ന് ഇവിടെ കിടക്കുന്നുണ്ടോ, ദാറ്റ്സ് ദ ഫോണ്ട് സെലക്ഷൻ പാനൽ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വേണേൽ സ്ക്രോൾ ചെയ്ത് വേണേൽ പോയി നോക്കാം. ഓർ ദ ബെറ്റർ തിങ് വുഡ് ബി ഇവിടെ ക്ലിക്ക് ചെയ്യുക, പോപ്പിൻസ് എന്ന് അടിക്കുക. ദാറ്റ് ഇസ് ദ ഫോണ്ട്. ഓക്കെ, ഇപ്പൊ പോപ്പിൻസ് എന്ന ഫോണ്ടിൽ നമുക്കൊരു എസ് ഇവിടെ കിട്ടി. അത് ഞാനൊരു ബോൾഡ് ഇട്ടേക്കാം. ഓക്കെ, എന്നിട്ട് ദിസ് ഇസ് വേർ തിങ്സ് ഗെറ്റ് ഈസിയർ ഇൻ ഫിഗ്മ. നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ഒരു ടൂളാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് നോക്കാൻ നിൽക്കണം, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണം. ബട്ട് ഇൻ ഫിഗ്മ യു ക്യാൻ മേക്ക് എ മച്ച് മോർ സിംപിളർ. ഞാൻ ആ പുറത്ത് ഈ ഫ്രെയിം സെലക്ട് ചെയ്തു, അതായത് എസിന്റെ ചുറ്റിനുള്ള ബോക്സ് സെലക്ട് ചെയ്തു, എന്റെ പ്രസ് ഓട്ടോ ലേ ഔട്ട്. ഓക്കെ, അപ്പോൾ ഉടനെ അത് സ്ക്വയർ ആയി, അതിനൊരു ഓട്ടോമാറ്റിക് പാഡിങ്ങും വന്നു, കണ്ടോ. സോ ഇഫ് ഐ വാണ്ട് ഐ ക്യാൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദിസ്. ഓക്കെ, എന്നിട്ട് സെന്റർ അലൈൻമെന്റ് ചെയ്താൽ മതി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഓട്ടോ ലേ ഔട്ട് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. സോ ഈ ജസ്റ്റ് ക്ലിക്ക് ദാറ്റ്. ഓക്കെ, ഇനി ഇതിപ്പോ സ്ക്വയർ അല്ലേ, അതിന് ഇത് സർക്കിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോർണർ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് കൂട്ടി വെച്ചാൽ കോർണർ റേഡിയസ് ഇങ്ങനെ വരും. ഇഫ് യു മേക്ക് ഇറ്റ് മാക്സിമം യു ഗെറ്റ് എ സർക്കിൾ. ഓക്കെ, സോ അങ്ങനെ വി ഹാവ് ദിസ് ലോഗോ ഓവർ ഹിയർ. ഓക്കെ, ഈ ടെക്സ്റ്റിന്റെ സൈസ് ഇപ്പൊ നിങ്ങൾ കുറയ്ക്കാന്ന് വെച്ചത്, ഞാൻ ഒരു 48 ഐ തിങ്ക് 36 വുഡ് ബി ഗുഡ്. 36 വെച്ചു. ദാറ്റ് എൻറ്റയർ തിങ് വിൽ ഓട്ടോ അഡ്ജസ്റ്റ് ബൈ ഇറ്റ്സെൽഫ്. കേട്ടോ. സോ റൈറ്റ്, ഒരു ലോഗോ ആയി. ലോഗോ പക്ഷെ ഒരുപാട് വലുതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സോ ഐ വിൽ റെഡ്യൂസ് ദ സൈസ് എ ബിറ്റ് മോർ. ഓക്കെ, സോ ലോഗോ ഇട്ടു. ഇനി ഓക്കെ, ഇനി നമ്മൾ ഈ മെനു ബാറാണ് ഉണ്ടാക്കുന്നത്. സോ നേരത്തെ ഞാൻ ബാലൻസ് ഇൻ കോമ്പോസിഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ദാറ്റ് അപ്ലൈസ് ഓവർ ഹിയർ ഓൾസോ. ഇപ്പോൾ ഇവിടെ ഇത്രയും വലിയ വൈഡ് ആയിട്ടൊരു ഹെവി മെനു ബാർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും നല്ല എടുത്തു നിൽക്കുന്ന ബട്ടൺ വെച്ചിരിക്കുക. റൈറ്റ്, സെയിം വേ ഇവിടെ ഇത്രയും കണ്ടന്റ് ഇരിക്കുന്ന അതേ വെയിറ്റേജ് ആണ് ഇവിടെ ഒരു സിമെട്രിക്കൽ ആയിട്ട്, എസിമെട്രിക്കൽ ആയിട്ടായാലും ഇവിടെ ഇത്രയും കണ്ടന്റ് ഉണ്ട്. So that's why we talked about balance earlier. This kind of an outlook towards design helps you make design more intuitive and better looking. Okay, അപ്പോൾ ഒരു ലോഗോ ഇട്ടു, നമ്മളിവിടെ ഈ മെനു ബാർ ഉണ്ടാക്കാൻ പോവാണ്. So for that what we do is ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, click on the screen and type the menu name. Okay, ഇതിപ്പോ ബോൾഡ് കിടക്കുക, ഞാനത് ലൈറ്റ് ആക്കാം. ഓക്കെ ഓക്കെ, ഇനി ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇത് മേലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദോസ് ഓറഞ്ച് ലൈൻസ് കമ്മിങ് ഹോപ്പ്ഫുള്ളി. അത് ലൈക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇൻ ദ സെൻസ് ഈ ഒരു ഒരേ ലൈനിൽ തന്നെ വരണമെന്ന് വന്നാലാണ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ പോവുക. സോ ഓറഞ്ച് ലൈൻസ് എല്ലാം ഇങ്ങനെ അലൈൻ ആകുന്നത് നോക്കിയിട്ട് നമ്മൾ അവിടെ വിടുന്നു. റൈറ്റ്, ആൻഡ് മോർ ഓവർ യു ക്യാൻ സീ ദാറ്റ് ദ ഫോണ്ട് സൈസ് ഓഫ് ദ മെനു ഇസ് നോട്ട് ദാറ്റ് ഹ്യൂജ്. റൈറ്റ്, ഓൾസോ ഇറ്റ്സ് ഇൻ ഓൾ ക്യാപ്സ്. സോ നമുക്ക് അങ്ങനെ നോക്കാം. ഹോം, ഓക്കെ, അതൊരു 20 നമുക്ക് സൈസ് ഇടാം. 20 മതി, 20 മതി. ഓക്കെ, എന്നിട്ട് ലൈറ്റ് അല്ല, ഐ തിങ്ക് ഇറ്റ്സ് റെഗുലർ കണ്ടിട്ട്. യാ ഫൈൻ. അപ്പോൾ ഹോം എന്ന് പറഞ്ഞൊരു മെനു ആയി. ഇനി ഈ മെനു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, 2-3 ഉണ്ടാക്കണം. റൈറ്റ്, അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദിസ് തിങ്, ബട്ട് ഹോൾഡ് ഓൾട്ട് വൈൽ യു ആർ ഡൂയിങ് ഇറ്റ്. ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ അതിന്റെ കോപ്പി ഉണ്ടാകും. റൈറ്റ്, ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അതിന്റെ കോപ്പി ഉണ്ടാകും. കണ്ടോ. നൗ ഇത് ഇത്രയും ഒരുമിച്ച് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുക. പ്രസ് ഓട്ടോ ലേ ഔട്ട് ഓവർ ഹിയർ. സോറി, ഓട്ടോ ലേ ഔട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിപ്പോ ഇത് 4 വെറുതെ ടെക്സ്റ്റ് ആയിട്ട് കിടക്കുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫ്രെയിം ഫോർ ഇറ്റ്. അപ്പോൾ ഓട്ടോ ലേ ഔട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് എ ഫ്രെയിം. ഫോർ ദാറ്റ് യു ജസ്റ്റ് ക്ലിക്ക് ഓൺ ദീസ്, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം സെലക്ഷൻ ഇവിടെ കാണും, ക്ലിക്ക് ഓൺ ദാറ്റ്, എന്നിട്ട് ഓട്ടോ ലേ ഔട്ട് കൊടുത്താൽ ദീസ് 4 ആർ ഓട്ടോമാറ്റിക്കലി അലൈൻ. സെന്റർ ആയിട്ട് തന്നെ അലൈൻ ചെയ്യും. സെന്റർ അലൈൻ ആവാൻ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇവിടെ 47 കിടക്കുന്നുണ്ടോ, ഈ ദിസ് ഇസ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഇൻ ബിറ്റ്വീൻ സൈസ് ഇൻ എ ഓട്ടോമാറ്റിക് ലേ ഔട്ട്. അപ്പൊ ഞാനിപ്പോ അത് കൂട്ടിയ മച്ച് ബെറ്റർ.
Okay, great. So our menu is pretty much done. ഇത്രയും വലിയ ഫോണ്ട് സൈസ് ശരിക്കും വേണ്ട. I think it's better I reduce that font size. ഒരു 16 വെക്കാം. Okay, okay. So ഇതാണ് ഫോണ്ട് സൈസ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ യു ക്യാൻ സീ ദ ഫോണ്ട് ലൈക് ദ കളർ ഓഫ് ദ മെനു ഇസ് നോട്ട് എക്സാക്ട്ലി വൈറ്റ്, ഇറ്റ്സ് എ ഗ്രേ, റൈറ്റ്? സോ അതിന് വേണ്ടിയിട്ട് യു ചൂസ് ദിസ്, എന്നിട്ട് യു ക്യാൻ ഐദർ ഗോ ആൻഡ് ചേഞ്ച് ദിസ് കളർ ടു ഗ്രേ, വേണേ അതും ചെയ്യാം. അല്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ജസ്റ്റ് റെഡ്യൂസ് ദി ഒപ്പാസിറ്റി ഓഫ് ദിസ് ഹോൾ തിങ്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ലെയർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് 100% കിടക്കുന്നത് കണ്ടോ, ദാറ്റ്സ് ദി ഒപ്പാസിറ്റി. അതിൽ കയറി മാറ്റി കൊടുത്താൽ മതി, ഇറ്റ് ബിക്കം ഗ്രേ. അതും അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ വെറുതെ നമ്പർ കീസിലെ മേളിൽ അത് ക്ലിക്ക് ചെയ്താലും മതി. സോ ഇഫ് ഐ പ്രസ് 7 ഇറ്റ് ബിക്കം 70, ഇറ്റ് ബിക്കം 4 ഇറ്റ് ബിക്കംസ് 40, റൈറ്റ്? അങ്ങനെ ചെയ്താലും മതി. സോ I'll put it at 50 because that's the gray I see here, or 60 maybe. Okay, okay. എന്നിട്ട് ഇതിന്റെ ടെക്സ്റ്റ് നമുക്ക് മാറ്റാം, which is about explore. Okay, fine. And finally ഈ ഐക്കൺസിന്റെ കാര്യം. അപ്പോൾ ഐക്കൺസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐക്കൺ സൈറ്റ് എന്ന് പറഞ്ഞൊരു എന്താ ഐക്കൺ സൈറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിൽ കണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അത് നമ്മൾ ഐക്കൺ സൈറ്റ് വെബ്സൈറ്റ് തുറന്ന് എടുത്തു വരുന്നതിന് പകരം വാട്ട് വി ക്യാൻ ഡു ഇസ് ഫിഗ്മ ഹാസ് ദി ഓപ്ഷൻ ഫോർ യൂസിങ് സംതിങ് പ്ലഗിൻസ്. അതായത് ഫിഗ്മയിൽ തന്നെ പലരും ഇപ്പൊ ആ ഒരു സൈറ്റിന്റെ ആൾക്കാർ തന്നെയാകും, അല്ലെങ്കിൽ പൊതുവെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും പ്രത്യേക തരം ചെറിയ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കണം കോൾഡ് പ്ലഗിൻസ്, ലൈക്ക് ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസ്. സോ അതേപോലെ പ്ലഗിൻസ് ഉണ്ടാവും. അവിടെ മേളത്തെ ടെക്സ്റ്റിന് അടുത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് സെർച്ച് ഫോർ മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ്. ദർ ആർ അതർ ഐക്കൺസ് ഓൾസോ. മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ് സെർച്ച് ചെയ്താൽ മതി ഈ പ്ലഗിൻസിൽ, ആൻഡ് യു വിൽ ഗെറ്റ് ദ പ്ലഗിൻ ഫോർ മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ്. റൺ ദാറ്റ്. റൈറ്റ്. സോ ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസിന്റെ ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു പ്ലഗിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും ഐക്കൺ സൈറ്റ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പൊ നിങ്ങൾ ഐക്കൺ സെർച്ച് ചെയ്യുമ്പോൾ ഐക്കൺ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇത് ഗൂഗിളിന്റെ റെപ്പോസിറ്ററിയിൽ നിന്ന് എടുക്കുന്ന ഐക്കൺസ് ആണ്. സോ ഇഫ് ദ ഐക്കൺസ് ആർ നോട്ട് അവൈലബിൾ ഓവർ ഹിയർ, ഇറ്റ് സെർച്ചസ് ഇൻ iconsite.com. സോ ഇപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺ വേണമെന്ന് വെച്ചോ, ആദ്യം കാണില്ല എന്ന് കാണിക്കും, പിന്നെ എടുത്തു തരും. ഓക്കെ, സോ ഇത് നമുക്ക് ഔട്ട്ലൈൻഡ് ആയിട്ടുള്ള എടുക്കാം. റൈറ്റ്. സോ ഇൻസ്റ്റാഗ്രാം കിട്ടി, ഇൻസ്റ്റാഗ്രാം നമുക്ക് മാറ്റി എടുക്കാം. ഓക്കെ, പിന്നെ എന്താ ലിങ്ക്ഡിൻ ഉണ്ടാകും, ലിങ്ക്ഡിൻ എടുക്കാം. റൈറ്റ്. പിന്നെ മീഡിയം ഉണ്ടെന്ന് തോന്നുന്നു, മീഡിയം. അത് ഇത് മൂന്നാണ് നമുക്ക് വേണ്ട ഐക്കൺസ്, റൈറ്റ്? അപ്പൊ ഈ 3 ഐക്കൺസ് പക്ഷെ ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് മാറ്റാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോകുന്നതിന് പകരം യു ക്യാൻ ഡു സംതിങ് എൽസ്. യു ക്യാൻ ചൂസ് ഓൾ ദീസ് ടുഗെദർ. എന്നിട്ട് ഇവിടെ സെലക്ഷൻ കളേഴ്സ് എന്ന് കണ്ടോ, അത് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തിലും ഉള്ള എല്ലാ കളേഴ്സിന്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. അതിപ്പോ ഞാൻ ഇത്രയും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെലക്ഷനുള്ള എല്ലാ കളേഴ്സിന്റെയും ലിസ്റ്റ് ഇവിടെ വരും. സോ നമ്മളിപ്പോ ഇത് 3 സെലക്ട് ചെയ്യുന്നു, അതിന്റെ കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സാധനം മാറ്റുവാണെങ്കിൽ എല്ലാത്തിന്റെയും കളർ ഒരുമിച്ച് മാറും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് മാറ്റിട്ട് FFF എന്നിട്ട FFF become white icon, right? എന്നിട്ട് I'm going to reduce the size of them. Just a second. ഓക്കെ, അപ്പൊ ഇത് 3 എടുക്കുന്നു. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതിന് ഫ്രെയിം ഇടുന്നു, ഫ്രെയിം സെലക്ഷൻ, ഫോട്ടോ ലേഔട്ട്, അതായി. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് ഇച്ചിരി നമുക്ക് കുറയ്ക്കും.
ഓക്കെ, എന്നിട്ട് നമുക്ക് അതെടുത്തിട്ട് ഇടാം. ഓക്കെ, സെന്ററിൽ. ഓക്കെ, പിന്നെ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് ഗ്രേ ആക്കി വെക്കാം. ഇത് ഇത്രയും വലിയ ഐക്കൺസ് വേണ്ട. സോ ഒരുമിച്ച് റെഡ്യൂസ് ചെയ്യാനുള്ള വഴിയുണ്ട്. ഇത് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് അടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും സെലക്ട് ആവും ഒരുമിച്ച്. Right, and then over here you will get the mixed you'll get W and H, which is the width and the height. അതിൽ നിങ്ങളൊരു വാല്യൂ കൊടുത്താൽ മതി. I think it will be best to put 64 in this. 64 and 64, no, that's already the same size. So ഒരു 24 and 24 കൊടുക്കാം. Yeah, കൊടുത്താൽ 30 30 yeah. 30 30. Right. Okay. Okay. So menu bar is done. Okay. So this much is the menu bar. ഇനി ഇതുമായിട്ട് എന്താ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ഈ ഒരു ഇങ്ങനെ ഒരു ഇമേജ് വേണം. സോ ഐ കുഡ് യൂസ് മൈ ഓൺ ഫോട്ടോ. പക്ഷെ ഫോർ ദിസ് എക്സാമ്പിൾ ഐ ഷോ യു അനദർ വെബ്സൈറ്റ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഇപ്പൊ എന്തൊരു പ്രൊജക്ട് ഓക്കെ, നിങ്ങളിപ്പോ എന്തൊരു വെബ്സൈറ്റ് എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യുവാണെങ്കിലും യു മൈറ്റ് നീഡ് ദ ഫേസസ് ഓഫ് സം ഫേസസ് ഇൻ ജനറൽ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരു സ്റ്റോക്ക് ഫോട്ടോ സെർച്ച് ചെയ്ത് ഗൂഗിൾ ഇമേജസിൽ പോകുന്നതിന് പകരം ദിസ് ഇസ് വെബ്സൈറ്റ് കോൾഡ് ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ്.com. ഓക്കെ, ഇവിടെ പോയാൽ ദിസ് ഇമേജ് ഇസ് AI ജനറേറ്റഡ്. ഇങ്ങനെ ഒരാൾ ലോകത്തില്ല, എവിടെയില്ല. ബട്ട് ദെൻ ഇറ്റ്സ് ജസ്റ്റ് ജനറേറ്റഡ് ലൈക്ക് ദാറ്റ്, ലൈക്ക് വെറുതെ ഒരു രസത്തിന് അതങ്ങനെ like it uses AI, of course, and you can read more about it over here, right? But this is really useful when it comes to making designs. There are other tools also, but personally I prefer this. Okay, so ഞാൻ ഈ image copy ചെയ്യുന്നു and I'll be using it over here. Okay. Okay, ഇനി okay, ചെറുതാക്കി. ഇനി ഇതിങ്ങനെ സ്ക്വയർ അല്ലല്ലോ, സർക്കിൾ അല്ലേ വേണ്ടേ. സോ നേരത്തെ പോലെ ഇവിടെ ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കോർണർ റേഡിയസ്, അത് നമ്മൾ കൂട്ടുന്നു. ഇത് ബിക്കംസ് എ സർക്കിൾ. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മതി റൈറ്റോട്ട്. പിന്നെ റൈറ്റിൽ അറ്റത്തെത്തി അത് ലൂപ്പ് ആകും ഇങ്ങനെ, അത് ഞാൻ പറയാൻ മറന്നു. ലൈക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കണ്ട, ഒരു ഇച്ചിരി ചേഞ്ച് ചെയ്ത് നിൽക്കണ്ട. ഫൈൻ. സോ വി ഹാവ് എ സർക്കിൾ ഇമേജ്. വിൽ ബി പുട്ടിംഗ് ദാറ്റ് ഇൻ ഹിയർ. റെഡ്യൂസ് ദ സൈസ്. പിന്നെ അലൈൻ ചെയ്യാൻ വേണ്ടി അധികം കഷ്ടപ്പെടേണ്ട. ദർ ഇസ് അലൈൻ ബട്ടൺസ് ഓവർ ഹിയർ ഓൾസോ ഫോർ ലെഫ്റ്റ് അലൈൻ, സെന്റർ അലൈൻ, റൈറ്റ് അലൈൻ ഇൻ ദ വെർട്ടിക്കൽ ആക്സിസ്, ആൻഡ് ടോപ്പ്, സെന്റർ ആൻഡ് ബോട്ടം അലൈൻ ഫോർ ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഞാൻ വെർട്ടിക്കൽ ആക്സിസിൽ ഇപ്പോൾ അലൈൻ ചെയ്ത വി ഹാവ് ദാറ്റ് ഡൺ. എടുക്കുന്നതാണ്. ഓക്കെ, റൈറ്റ്. സോ ആ ഇമേജ് ആയി. ഇനി എന്താ, ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറാർക്കിയുടെ അഥവാ ടൈപ്പോഗ്രഫിയുടെ കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സൈറ്റ് ഇപ്പൊ തുറന്നു വരുവാണെങ്കിൽ വാട്ട് യു ഫസ്റ്റ് നോട്ടീസ് ഇസ് ദിസ് വൺ ബിഗ് തിങ്, പാഷനറ്റ് ടു ക്രാഫ്റ്റ് അമേസിംഗ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്, റൈറ്റ്? സോ വാട്ട് ദാറ്റ് ഡസ് ഇസ്, നിങ്ങൾ അറ്റൻഷൻ എങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നോ ആ സാധനമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സൈസ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഇസ് പ്രസന്റഡ് ഓവർ ഹിയർ, റൈറ്റ്? സെക്കൻഡ്ലി യു വിൽ നോട്ടീസ് ദിസ്, അത് ഇതിന്റെ നേരെ the ബോട്ടത്തിലല്ല സാധനം, but still you'll notice the top text because it has just the bottom size, like just the lower size. So this is what I was talking about hierarchy earlier, right? So അതേപോലെ നമ്മളിപ്പോ ഈ ഒരു ഇതേപോലെ നമ്മുടെ പേര് ഇവിടെ ഇടാൻ പോവാണ്, because that's the secondary. Wait, okay, Aparna Nair, yeah, speak. Sure. Aparna, you have to say something. Sorry, accident ആയിരുന്നു. Okay, no problem. Fine. So എവിടെ? Okay. So ഇതേപോലെ നമ്മൾ ഓക്കെ, വി വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ പേര് ഇവിടെ ഇടാം.
Again, for that, we choose T. I mean, we press the text button over here, or you can press the T key in your keyboard for taking the tool. Click here, and we type our name. Hi, I am, well, Sudev. Definitely not Sudev here, but still. Okay. So, അതേപോലെ size ആക്കാൻ, I think it's better to go for a bold one. Okay, and size is 28. Okay, or you can either arbitrate. You can choose a size from the arrow, like the drop down also. 32. 32 is too huge, so I'll take 28. Yeah, 24 is good. Again, center align. Okay, and okay, so that is done. പിന്നെ ഇവിടെ ഒരു ചെറിയ എന്താ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് അഗെയിൻ ആസ് ഐ സെഡ് ഹൈറാർക്കി. ഇത് ആദ്യം കാണണം, പേര് പിന്നീട് കാണണം, പിന്നീട് ഇത് കാണണം. റൈറ്റ്? ശരിക്കും ഇതും ആദ്യം കാണും, ഇത് പിന്നെയും കാണത്തില്ല. ഇതും കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഈ ഡെക്കറേഷൻസ് ആണ് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ. Because that's the order in which you want to give importance to things. Again, as I said, hierarchy. So we'll be doing that. Product designer at line first, or we'll be doing text, web developer, what? Yeah. Right. And lift it. I'll give it a light font. We're gonna reduce size. Like play around with these things. Like ഇത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു നാക്ക് വരുന്നത് ഇത് എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴാണ് സാധാരണ. ഇറ്റ് കാൺ ബി എക്സാക്ട്ലി ലൈക്ക് എ ടു ബി ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുവാണെങ്കിൽ യു വോണ്ട് എക്സാക്ട്ലി ഫിഗർ ഇറ്റ് ഔട്ട്. സോ പ്ലേ അറൌണ്ട് വിത്ത് ദ ടൂൾ ആസ് മച്ച് ആസ് യു ക്യാൻ. ആൻഡ് ആസ് ഐ സെഡ് ബിഫോർ, ഇമിറ്റേറ്റ് അതേഴ്സ് ഡിസൈൻ ആസ് മച്ച് ആസ് യു ക്യാൻ. കാരണം ഇമിറ്റേറ്റ് ചെയ്ത് യു വിൽ ഇവൻച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫിറ്റ്സ് വെയർ, എന്താണ് എവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. സോ ഇതിപ്പോ ഞാൻ ഡെസിഗ്നേഷൻ ഇട്ടു. ആൻഡ് ഓൾസോ ബൈ ദ വേ, ഇതും വേറെ ഇപ്പൊ ഒരു എലമെന്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വേറെ എലമെന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഹോവർ ചെയ്താൽ മതി. ഇതിപ്പോ അടുത്തടുത്തായിരിക്കുന്നത്. ഞാനിപ്പോ മാറ്റിയിട്ട് ക്ലിക്ക് ചെയ്ത് ഹോവർ ചെയ്താൽ 30 പിക്സൽസിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഉണ്ട്. സോ ഐ എം ഗോണ കീപ് ദിസ് ടുഗദർ ബിക്കോസ് ദേ ആർ മെന്റ് ടു ബി ഇൻ ദ സെൻസ് ഈ ഒരു ഫ്ലോയിൽ ഒരുമിച്ച് വരുന്ന ഇൻഫർമേഷൻ ആണിത്. സോ സുദേവ് ആൻഡ് ദ ഡെസിഗ്നേഷൻ ഓവർ ഹിയർ. ഫൈനലി what yeah, passionate to craft amazing digital product. വേറെ എന്തെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ഇടാൻ വേണമെങ്കിൽ passionate to create intuitive user interface. ഓക്കെ, ഇനി ഇതിന്റെ സൈസ് ഒരുപാട് വലുതല്ലേ അല്ലേ? അതെ, അതൊരു 48 നമുക്കിടാം. 48 ഇടാം. പോരാ, ഇത്തിരി വരും. 64. യെസ്, ഓക്കെ, 64 ആണ്. പക്ഷെ ഇത്രയും വെച്ചാൽ സ്ക്രീനിൽ നിൽക്കില്ല. സോ വി റെഡ്യൂസ് ദാറ്റ്. ഈ ഒരു സൈസ് വെക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ വി സെന്റർ അലൈൻ ഇറ്റ്. ഇത്തിരി കുറയ്ക്കാം, 64 വേണ്ട, 48 രണ്ടിൻ്റെ ഇടയിൽ വേണം, ഒരു 54 ഇടാം. ഓക്കെ, എന്നിട്ട് ഇത് നമുക്കൊരു സെമി ബോൾഡ് ഇട്ടാൽ അതിൽ ബി യാ. സോ ഇത് കുറച്ചുകൂടി ചെറുതാക്കി. റൈറ്റ്, ഇനി ഇതിനെ സെന്റർ അലൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ അറ്റൻഷൻ ടെക്സ്റ്റ്. ലൈക്ക് ഇതിലേക്കാണ് നമ്മുടെ ഫോക്കസ് ആദ്യം പോകേണ്ടത്. റൈറ്റ്, സോ ദാറ്റ്സ് ഡൺ. ആൻഡ് ഫൈനലി അല്ല, ഇവിടെ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്, പാരഗ്രാഫ് ഓഫ് സോർട്സ്. ഓക്കെ, സോ ആ പാരഗ്രാഫ് കൂടെ നമുക്കിവിടെ അത് ടൈപ്പ് ചെയ്താം. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ലൈക്ക് പാരഗ്രാഫ് കുത്തി ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതിന് പകരം let me show you another tool. ഇവിടെ പ്ലഗിൻസിൽ ഇഫ് യു ടൈപ്പ് ലോറം ഇപ്സം എന്ന് അടിച്ചാൽ മതി. ലോറം ഇപ്സം, ഈ ഒരു കാണുന്ന സാധനം ലോർ എന്ന് അടിച്ചാൽ മതി. കുതിരയുടെ ഐക്കണുള്ള ടൂളാണ്. ഇഫ് യു റൺ ദാറ്റ് ആൻഡ് യൂസ് യുവർ ടെക്സ്റ്റ് ടൂൾ ടു പുട്ട് സം റാൻഡം ടെക്സ്റ്റ്. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് എത്ര ടെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ ഒരു പാരഗ്രാഫ് വേണം. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു പാരഗ്രാഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ദാറ്റ്സ് എ പ്രിറ്റി ഹ്യൂജ് പാരഗ്രാഫ്. ഒരു സെക്കൻഡ്. ഓക്കെ, അതിന്റെ സൈസ് ഞാൻ കുറച്ചു. ഓക്കെ, സോ
ഈ ഒരു പാരഗ്രാഫ് റാൻഡംലി ജനറേറ്റഡ് ആണ്. ഇൻ ദ സെൻസ് ദിസ് ഡസ് നോട്ട് ഹാവ് ടു മേക്ക് എനി സെൻസ്. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ കണ്ടന്റും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. സോ ഫില്ലർ ടെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ പറയാം, പിഗ്മയില് ലോറം എപ്സോൺ എന്ന് സെർച്ച് ചെയ്താൽ മതി. LOREMIPSU. ഓക്കെ, സോ ദിസ് ഇസ് ലൈക് ഫില്ലർ ടെക്സ്റ്റ്. ഇത്രയും ടെക്സ്റ്റ് നമുക്ക് വേണ്ടതിരിക്കും. ഇത്രയും മതി. ഇത്രയും വേണം, വേണ്ട, ഇത്രയും മതി, ഇത്ര മതി. ഓക്കെ, സോ അത് നമുക്ക് എടുത്തിട്ട് സൈസ് ഇച്ചിരി കുറയ്ക്കാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് ലൈക്ക് 16 പോസിബിളി. ഓക്കെ, എന്നിട്ട് അതെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് ഈ വിഡ്ത്ത് കുറയ്ക്കാം. ഇഫ് യു ഹോൾഡ് ഓൾട്ട് വൈൽ യു ആർ അഡ്ജസ്റ്റിംഗ് ദ സൈസ്, ലെഫ്റ്റ് റൈറ്റ് ഒരുമിച്ച് അഡ്ജസ്റ്റ് ആകും. സോറി, എനിക്ക് ഇത്രയും ടെക്സ്റ്റ് വേണ്ടെന്ന് തോന്നുന്നു. Okay, so this is filler text. Most of the time in design we use this kind of things so that design ആയി കഴിഞ്ഞിട്ട് കണ്ടന്റ് പിന്നീട് ചിലപ്പോൾ വരത്തുള്ളായിരിക്കും. സോ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഫില്ലർ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത് സർവ്വസ്വാഭാവികമാണ്. സോ യു ഡോണ്ട് നീഡ്, ലൈക്ക് ഐ സെഡ് ബിഫോർ, യു ഡോണ്ട് നീഡ് എവറിഥിങ് ടു ബി ഇമ്പോർട്ടൻറ്റ് ഓൾ ദ സെയിം ടുഗെദർ. സോ ഇത് ചിലപ്പോൾ നമ്മളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആസ് മച്ച് ഇമ്പോർട്ടൻസ് ആസ് ദ തിങ്സ് ദാറ്റ് വി സെഡ് ബിഫോർ. സോ അതുകൊണ്ട് വി വോണ്ട് ബി ഗിവിംഗ് ഇറ്റ് എ ബോൾഡ് ടെക്സ്റ്റ്. ഇതിലൊരു റെഗുലർ കൊടുക്കാം, ആൻഡ് വിൽ റെഡ്യൂസ് ഒപ്പാസിറ്റി ലിറ്റിൽ ബിറ്റ്. ഓക്കെ, റെഗുലറോ അല്ലെങ്കിൽ ലൈറ്റോ കൊടുക്കാം. ഐ തിങ്ക് ലൈറ്റ് വിൽ ബെറ്റർ. യാ, ലൈറ്റ് വിൽ ബെറ്റർ. ഓക്കെ, സോ ആ ഒരു പാരഗ്രാഫ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഒപ്പാസിറ്റി കുറയ്ക്കാം. ഓക്കെ, ഓക്കെ, ഫൈനലി പിന്നെ ഈ ഒരു ബട്ടൺ ഏതൊരു വെബ്സൈറ്റിലും ഒരു സെന്റർ അറ്റൻഷൻ പിടിക്കുന്ന ഒരു ബട്ടൺ കാണും. അതിപ്പോ ഇവിടെ കണക്ട് വിത്ത് മീ ആണ്. നിങ്ങൾ വേറെ ഏത് സൈറ്റിൽ ഇപ്പോൾ പോയാലും, ഫോർ എക്സാമ്പിൾ ഹാക്കറാക്കി പോവാം. ഇതോടാവട്ടെ. ഓക്കെ, ഇവിടെ അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഇതുമാണ്. റൈറ്റ് ഹിയർ ദിസ് ഇസ് സ്റ്റാർട്ട് ഹയറിംഗ് ഓൺ ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഗ്രാബ്സ് യുവർ അറ്റൻഷൻ. സെക്കൻഡ്ലി ദിസ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കോൾ ടു ആക്ഷൻ ബട്ടൺ അഥവാ CTA, കോൾ ടു ആക്ഷൻ ബട്ടൺ. ആൻഡ് ദിസ് ഇസ് ദ പ്രൈമറി കോൾ ടു ആക്ഷൻ ബട്ടൺ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡറി കോൾ ടു ആക്ഷൻ ബട്ടൺ. റൈറ്റ്, സോ this is what decides on how your user can interact with your website. കാരണം കയറി വരുന്ന വെബ്സൈറ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കൊടുക്കുന്നത് മിക്കപ്പോഴും ഈ ഒരു ബട്ടൺ. സോ ദിസ് ബട്ടൺ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ എനി സൈറ്റ്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് CTA. സോ ഈ ഒരു CTA നമുക്കൊരു ഡിസൈൻ ചെയ്യാം. ഓക്കെ, തന്നെ ഞാൻ പുറത്ത് ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഓക്കെ, ഇതിനെ നമ്മൾ ഫ്രെയിം വെച്ച് റാപ്പ് ചെയ്യാം, വിച്ച് ഇസ് ഫ്രെയിം സെലക്ഷൻ. ഓക്കെ, ഫ്രെയിമായി അതിനൊരു ഓട്ടോ ലേഔട്ട് കൊടുക്കുന്നു. ഓട്ടോ ലേഔട്ടുമായി സെൻറ്റർ അലൈൻ ചെയ്യുന്നു ലൈക്ക് ബിഫോർ. ഓക്കെ, എന്നിട്ട് ഈ താഴെ 0 എന്ന് നടക്കുന്നുണ്ടോ, ദിസ് ഇസ് ദ പാഡിങ്. ആ ഒരു ഫ്രെയിമിനുള്ളിൽ എത്രത്തോളം സ്പേസ് വേണം എന്നുള്ളതാണ് ഈ പാഡിങ്. So we give that a 16 or a 32. I guess 32 will be good. And height horizontal, I mean vertically we give it a 16, I guess. Yeah. So ഇതാണ് ഇപ്പോൾ നമ്മുടെ ബട്ടണിന്റെ സൈസ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ ഫിൽ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. You get the color. എന്നിട്ട് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് the same drill that we have been doing till now. Right. Okay. പക്ഷെ ടെക്സ്റ്റ് ഭയങ്കര ലൈറ്റ് ആയി പോയി, കാണാൻ പറ്റുന്നില്ല. സോ അതിന് നമ്മൾ ഇതൊരു ബോൾഡ് ആക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇത് കോർണർ റേഡിയസ് ഉള്ളതാണ്, അത് റൗണ്ടഡ് ബട്ടൺ ആണ്. സോ അതുകൊണ്ട് ഈ ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇത് നമ്മൾ ഇച്ചിരി കൂട്ടുന്നു. അതല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് ആർ ബട്ടൺ. നൗ മിക്കപ്പോഴും നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ദിസ് കൈൻഡ് ഓഫ് ബട്ടൺ വിൽ ബി യൂസ് മോർ ദാൻ വൺസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഡിസൈൻ. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഒരു തവണ ഉപയോഗിക്കുന്നുള്ളൂ. ബട്ട് ദെൻ let me show you a feature that Figma has. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ ഒരു 4 സ്ക്വയർ വേണ്ട, ഇറ്റ് സേസ് ക്രിയേറ്റ് കോമ്പണന്റ്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് നൗ എ കോമ്പണന്റ്. ഇത് റെഫറൻസ് ആയിട്ട് എടുക്കും, ഇത് മാസ്റ്റർ കോമ്പണന്റ് ആയിപ്പോൾ. ഇതിന്റെ എത്ര കോപ്പി ഉണ്ടാക്കിയാലും, ഇതിന് ഡയറക്റ്റ് കോപ്പി എടുക്കുകയാണെങ്കിലും ഓക്കെ, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റാം. എങ്ങനെ റാൻഡം ടെക്സ്റ്റ് ഇട്ടു മാറ്റി. ഓക്കെ, ഇങ്ങനെ കോപ്പീസ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ ബട്ടന്റെ എല്ലാത്തിന്റെയും ഡിസൈൻ ഒരുമിച്ച് മാറ്റണം എന്ന് വെച്ചു.
ഓരോ ബട്ടണിലും പോയി ഞാൻ മാറ്റുന്നതിന് പകരം എനിക്ക് ഇവിടെ അങ്ങ് മാറ്റിയാൽ മതി. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഈ ഒരു കളർ ഗ്രേ വേണ്ട, എനിക്ക് റെഡ് മതി എന്ന് ഞാൻ കൂട്ടിക്കോ, ഒരുമിച്ച് എനിക്ക് റെഡ് ആക്കാം. റൈറ്റ്, എനിക്കിപ്പോ ഇത് എന്താ ബോൾഡ് വേണ്ട, ലൈറ്റ് ആക്കിയാൽ മതി, ഒരുമിച്ച് എനിക്ക് ലൈറ്റ് ആക്കാം. സോ ഇതിപ്പോ എവിടെ കിടക്കുവാണെങ്കിലും, ഈ ഡിസൈൻ ഫയലിന്റെ എവിടെ കിടക്കുവാണെങ്കിലും ഈ ബട്ടൺസിന്റെ എല്ലാം ചേഞ്ചസ് ഒരുമിച്ച് വരും. But then the manual changes that you did to each component button will not change. So this is a really strong feature that Figma has. അത് ഇപ്പൊ ബട്ടന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഐക്കൺസിന്റെ കാര്യത്തിലായാലും this is useful. Okay, so anyway, right, okay. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പണന്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു, റൈറ്റ്. ഇനി ഇത് ഇങ്ങനെ വലിച്ച് കോപ്പി ചെയ്ത് വരണമെന്നില്ല, അതിന് പകരം വേറെ വഴിയുണ്ട്. നമ്മൾ ഇവിടെ ചെന്നിട്ട് ഈ ബട്ടണിനുള്ള സ്ഥലത്ത് എത്തിയിട്ട് ഇവിടെ അസെറ്റ്സ് എന്ന് കിടക്കുന്നുണ്ടോ ലേയേഴ്സിന്റെ അടുത്ത്, അത് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ അസെറ്റ്സ് എന്ന് എടുത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഗെറ്റ് ബട്ടൺ ഫോർ ഇറ്റ്. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, and so you have that button also. Okay, finally എന്താ ഈ ഒരു 3 ഡെക്കറേഷൻസ് ചെയ്യാനുള്ളൂ. അത് നമുക്ക് ക്വിക്ക് ആയിട്ട് അങ്ങ് ഉണ്ടാക്കാം. സെയിം പ്രോസസ് ആസ് ദിസ്. വി ടേക്ക് ടെക്സ്റ്റ്, വി റൈറ്റ് സംതിങ്. ഓക്കെ, ഇതില് ബോൾഡ് വേണ്ട, റെഗുലർ മതി. ഫ്രെയിം ചെയ്യാം, എന്നിട്ട് ഒരു ഓട്ടോ ലേഔട്ട് കൊടുക്കാം, എന്നിട്ട് ഒരു 16 പാടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഫില്ല് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബോർഡർ റേഡിയസ് കൂട്ടാം. ഓക്കെ, സോ ദാറ്റ്സ് ഡൺ. കുറച്ചുകൂടെ പാഡിങ് കൊടുത്തേക്കാം, 32. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സൈസ് ഇത്തിരി കൂടെ കുറയ്ക്കാം, ഒരു 12 ഇരിക്കട്ടെ. വേണ്ട, 40 ഇരിക്കട്ടെ, 40. Okay, so this is the decoration, and this decoration is, well, it's meant for just simply pulling your attention into other things. പക്ഷേ സിൻസ് ഇറ്റ്സ് ഔട്ട് ഓഫ് പ്ലേസ്, നിങ്ങൾ അത് കൂടുതൽ നോട്ടീസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കോപ്പി ചെയ്തിടുന്നതിന് പകരം it's better to make it into a component and make a copy of the component here. Okay, and then drag it there, another one, and I think dragging it there. Okay, okay, ഇപ്പോ ഇത് കണ്ട ഇച്ചിരി വലുതാണെന്ന് തോന്നും. സോ ആസ് എ സെഡ്, ഇവിടെയാണ് നമ്മുടെ നേരത്തെ ഫീച്ചറിന്റെ ഉപയോഗം വരുന്നത്. ഇത്രയും വലുതാക്കുന്നതിന് പകരം ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു മേക്ക് ദിസ് സ്മോൾ, മേക്ക് ഇറ്റ് 12 itself. എന്നിട്ട് ഈ സൈസ് നമുക്ക് കുറയ്ക്കാം, മേക്ക് ഇറ്റ് 16 and 8. ഓക്കെ, ഡൺ. എന്നിട്ട് ഇവിടെ നമുക്ക് ഇത് ടെക്സ്റ്റ് മാറ്റാം. ഞാൻ റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻസ്. ഫൈൻ. ഇനി ഇത്രയും ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. യു ക്യാൻ മേക്ക് മച്ച് മോർ കോംപ്ലക്സ് ഡിസൈൻസ് ദാൻ ദിസ്. പക്ഷെ നമ്മുടെ ഈ ഒരു ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ടൈം ഞാൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസൈൻ. ഐ വിൽ ബി പുട്ടിംഗ് ദിസ് ഫിഗ്മ ഫയൽ, ഐ മീൻ ദ ലിങ്ക് ടു ദിസ് ഫിഗ്മ ഫയൽ ഇൻ ദ ചാറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ബി ഷെയറിംഗ് ദ ലിങ്ക് ത്രൂ ETIC. സോ ബൈ ഫാർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ആണ് നമ്മൾ നാളെ വെബ്സൈറ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. And so tomorrow we'll be looking at what all will be the what all other technology that we use. അതായത് CSS എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കും. ഇന്ന് നമ്മൾ നോക്കിയത് UI UX ഡിസൈൻ ആണ്. സോ ദിസ് ഇസ് ആർ ഫൈനൽ ഡിസൈൻ. ഓക്കെ, ആൻഡ് യു ക്യാൻ എക്സ്പോർട്ട് ഇറ്റ്. ഫോർ ദാറ്റ് ഇവിടെ റൈറ്റ് ചെന്നിട്ട് താഴെ പോയ എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഐ വിൽ ബി എക്സ്പോർട്ടിംഗ് ഇറ്റ് ആസ് JPG. റൈറ്റ്. ഓക്കെ, ഓക്കെ, UI design, fine, design. Okay, fine. അപ്പൊ ഈ ഒരു UI ഡിസൈൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി യു ആർ ഏബിൾ ടു ഫോളോ along. I had to speed things up because 8 മണി ആകാറായി. So I'll be wrapping up the session today. അപ്പൊ ഇന്നത്തെ ഈ സെഷൻ ഇത് we'll be wrapping up really soon. So I hope things were clear for you. Any doubts ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ ചോദിക്കാം, or you can put it in the comments, or ടെക്സ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടാക്കിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഫ് സോ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. സോ എനിവേ, താങ്ക്സ് ഫോർ ജോയിനിങ്. നമുക്ക് നാളെ കാണാം. ഈ ഒരു ലിങ്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കാം. താങ്ക് യു.
റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ലിങ്ക്. ഇതിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡിസൈൻ റെഫറൻസ് എടുക്കാം. അതിൽ ഓരോ സൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഓൾസോ യു ഡോണ്ട് എക്സാക്ട്ലി ഹാവ് ടു ഡു വാട്ട് ഐ എം ഡൂയിങ് ഓവർ ഹിയർ. വേണമെങ്കിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്താം. ജസ്റ്റ് പ്ലേ അലോങ് വിത്ത് ഇറ്റ്, പ്ലേ എ ലിറ്റിൽ ബിറ്റ് അറൗണ്ട് വിത്ത് ഇറ്റ് ടു. So hopefully, I hope that was informative for you all, and thank you. So, any questions or anything else to say, or we can wind up? Any questions? Sir, sir, ഒന്നും വിളിക്കട്ടെ, അത്ര പ്രായമില്ല കേട്ടോ. അവരോട് sir. Yeah, ആരോ അൺമ്യൂട്ട് ചെയ്തായിരുന്നു തോന്നുന്നു. So yeah, thank you for joining. We'll see you tomorrow. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അതെ, ചാറ്റ് ബോക്സിൽ. സ്ലൈഡ്സ് കിട്ടുമോ? സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം. അതെങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ നോക്കാം. ആൻഡ് ഡോണ്ട് കോൾ മീ സർ. അവിടെ സർ ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഗൂഗിൾ ഫോം ക്ലിയർ ആയില്ലടാ ക്വസ്റ്റ്യൻ. ഗൂഗിൾ ഫോം ഉദ്ദേശിച്ചത്. താങ്ക് യു. So we'll wind up the session. I hope all the participants got an introduction to UI UX design. Hope this talk helped you start off learning web technology. All thanks to our speaker Sudhir Sureshi Devi. We'll continue the rest of the session tomorrow at the exact same time at 7 p.m. See you all tomorrow. Bye.